വിത്തിലാണ് സ്വർഗമെന്ന് പറയും. എന്തുകൊണ്ട് വിത്തിൽ സ്വർഗമെന്ന് പറയുന്നത്? അതിന് പിന്നെ പ്രയത്നമുണ്ട്. അത് വിത്തിൽ വൃക്ഷമാകണമെങ്കിലും അതിന് ഫലം കിട്ടണമെങ്കിലും അതിന് പ്രയത്നം വേണം. കല്ലിൻ്റെ പുറത്തിട്ടാൽ കിളിക്കില്ല. കല്ല് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കല്ല് കയറ്റി വെച്ചാലും കിളിക്കില്ല. മരുഭൂമിയിലിട്ടാൽ കിളിക്കില്ല. അതിന് നല്ല മണ്ണ് വേണം, അതിന് വളം വേണം. മറ്റ് കാക്കയും കോഴിയും അല്ലെ മാനും പശുവും കടിക്കാതെ സൂക്ഷിക്കണം. വേലി വേണം, ചിട്ടയായിട്ട് വെള്ളവും വളവും കൊടുക്കണം, എങ്കിലേ അത് വളർന്നു വരുന്നുകൊണ്ട്. അപ്പോൾ ആത്മാവിനെ സ്മരിക്കുന്ന ഒരു ഭാഗം കൂടി നമ്മൾ തുടക്കത്തിലേ ഭാഗം ചൊല്ലുമ്പോൾ, ഇത് ഞാൻ താമസിക്കുന്ന വാടക വീട്ടിലാണ്. ആ വാടക വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങിപ്പോകാൻ പറയും നമ്മളോട്. ഇറങ്ങിപ്പോകാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നുകൊണ്ട് സ്വന്തം വീട് കെട്ടണം. അപ്പോൾ ഇറങ്ങിപ്പോകാൻ വരുമ്പോൾ ഇനി ഒരു വീട് കിട്ടുമോ വിഷമിക്കുന്നവരുണ്ടാവും. അപ്പോൾ കരഞ്ഞ് വിളിച്ചു പോകാതെ സ്വന്തം വീട് കെട്ടിയെ ചിരിച്ചുല്ലസിച്ച് പോകാം. ഒരു കഥ ഓർക്ക് നമുക്കറിയുന്നത്, ഒരു രാജ്യത്തിൽ അവിടെ തിരഞ്ഞെടുക്കുന്നവർ 5 വർഷം രാജാവായിരിക്കും. പക്ഷെ 5 വർഷം രാജാവായി കഴിഞ്ഞാൽ അടുത്തൊരു നടുക്കുള്ള വലിയ ദ്വീപുണ്ട്. അവിടെ നിറയെ ക്രൂരമൃഗങ്ങളും മറ്റുള്ളതൊക്കെയാണ്. എന്നിട്ട് ബോട്ടിൽ കയറ്റി ആ ദ്വീപിലേക്ക് കൊണ്ടങ്ങ് വിട്ടേക്കും. ആ മൃഗങ്ങൾ കടിച്ചു കയറിയവരെ കൊല്ലും. അപ്പോൾ രാജാവാകാനൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ. രാജാവായി കഴിഞ്ഞാൽ ഓരോ ദിവസവും പിന്നെ അവർക്ക് വിഷമാണ്. ബോട്ടിലോട്ട് കയറുന്ന സമയത്ത് കരഞ്ഞു പണി വെച്ചാണ് പോകുന്നത് തന്നെ. രാജാവായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുഖം കയറാൻ വേണ്ടി ആവേശമുണ്ട്. കയറിക്കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ വാടി വളരെയിരിക്കും. അപ്പം ഒരു രാജാവ് മാത്രമല്ല ചിരിച്ചുല്ലസിച്ചിരിക്കുന്നു. ഓരോ ദിവസവും കഴിയുമ്പോൾ നല്ല പ്രശ്നമാണ്. അങ്ങനെ ആ രാജാവിന് 5 വർഷം കഴിഞ്ഞ് ബോട്ടിലേക്ക് കയറ്റിയപ്പോഴും നല്ല ചിരിച്ചുല്ലസിച്ചിരിക്കുന്നു. അപ്പോൾ കൊണ്ടുചെന്ന് ആക്കുന്ന ആളെ ചോദിച്ച്, എല്ലാ രാജാക്കന്മാരും ഈ ബോട്ടിൽ കയറിയാൽ കരയാൻ തുടങ്ങും, അങ്ങ് മാത്രം വളരെ ചിരിച്ചുല്ലസിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. രാജാവായിട്ട് കയറിയപ്പോഴും കൊട്ടാരത്തിൽ എല്ലാവരുടെയും ചിരിച്ച് നല്ലവണ്ണം പെരുമാറി, ജനങ്ങളെ നല്ലപോലെ സ്നേഹിച്ചു. മറ്റുള്ളവർക്ക് അത്ര ഉറക്കമൊന്നുമില്ല, ടെൻഷനായിട്ട് എപ്പോഴും റെസ്ലെസ്സും ടെൻഷനായിട്ട് കാണാം. രാജാവിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല, എപ്പോഴും പ്രശ്നമായി കണ്ടു. ഇപ്പോഴും പ്രശ്നമായി തന്നെ പോകുന്നു. മനസ്സിലാകുന്നില്ല. നിങ്ങളങ്ങോട്ട് ഇടുന്നുടനെ തന്നെ മൃഗങ്ങൾ കടിച്ചു കയറി നിങ്ങൾ കൊല്ലത്തില്ലേ? ഒരു പേടിയും വിഷമമൊന്നും ഇല്ലയോ? ഇല്ല. അതെന്താണ്? അത് ഞാൻ രാജാവായി കയറിയ സമയത്ത് തന്നെ അവിടെ ധാരാളം ഭടന്മാരെ അയച്ച് കുറേ സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ചു, നല്ല കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി, ഭടന്മാരെയും ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പോവാണ്. ഇതിനെ കഴിഞ്ഞും രാജാവായി തന്നെ അവിടെ ഇരിക്കും ജനങ്ങളുമുണ്ട്. എനിക്കറിയാം 5 വർഷം കഴിയുമ്പോൾ തീരുമാനം. 5 വർഷം കൊണ്ട് ഞാനത് ചെയ്യുകയായിരുന്നു. അതുപോലെ നമുക്ക് ഈ സ്ഥാനം രാജസ്ഥാനം തന്നെയാണ്, യാചകനല്ല. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നേടേണ്ടത് നേടണം. അതുകൊണ്ട് ഈ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുമ്പോൾ കരഞ്ഞു വിളിച്ച് പോകാതെ നമ്മൾ ആ ചിരിച്ചുല്ലസിച്ച് പോകാം. ഞാൻ സ്വന്തം വീട് കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ആ ഒരു ഭാവമാണ് നമ്മൾ ആത്മാവിൻ്റെ വീടെന്ന് പറയുന്നത്. എപ്പോഴാണ് മരണം വന്ന് നമ്മുടെ വാതിലിൽ മുട്ടുന്നതെന്ന് നമുക്കറിയില്ല. ആ വിളി വരുമ്പോൾ നമ്മൾ തയ്യാറായിരിക്കും. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് നമുക്ക് ജീവിതത്തിൽ അടിസ്ഥാനമായിട്ട് വേണ്ടത്. ആ ജ്ഞാനം വന്നാൽ ഭൂമിയിൽ തന്നെ സ്വർഗത്തിൽ തന്നെ ജീവിക്കും. ആ ഒരു ഭാവത്തെ ഉണർത്തി എടുക്കാൻ സാധിക്കും. ഇതിനും 2 ഭാവമുണ്ട്, പകലും രാത്രിയും, വെയിലും മഴയും മഞ്ഞും. അതുപോലെ ഓരോന്നിനും 2 ഭാഗങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കി നമ്മളിലേക്ക് വീഴണം. സുഖം പ്രതീക്ഷ ദുഃഖം വരും. അപ്പം അത് സ്വീകരിക്കുന്ന മനോഭാവം വളർത്തിയെടുക്കുന്നത് ആധ്യാത്മജ്ഞാനത്തെ കൂടെ പറ്റുള്ളൂ.